പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവർ, നമ്മളെ രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. ഹാപ്പി ആയിരിക്കണം, സന്തോഷമായിരിക്കണം. കർത്താവിൻ്റെ കൂടെ കൃപാസനത്താറയിലെ അമ്മ നിനക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. നീ വേദനയുള്ള സ്ഥലങ്ങളിലെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കാൻ അച്ഛൻ പറയുമ്പോൾ ചെയ്താൽ മതി, ചെയ്യണം. തീർച്ചയായിട്ടും കർത്താവ്, നീ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, കർത്താവേ, എന്നെ അങ്ങയുടെ സൗഖ്യത്തിന്റെ സാക്ഷിയായി മാറ്റണമേ. കർത്താവേ, എന്നെ അങ്ങയുടെ സൗഖ്യത്തിന്റെ സാക്ഷിയായി മാറ്റണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. കർത്താവ് പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ നമുക്കിപ്പോൾ ഗർഭിണികൾക്ക് തന്നെ വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്കത് കാര്യം അറിയാമോ? ഞാൻ നിങ്ങൾക്ക് ഗർഭിണികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പൂർണ്ണമായി ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് സുഖപ്രസവം കിട്ടണമെന്ന്. അല്ലാതെ ഒരു ഷെഡ്യൂൾഡ് പ്രേയറിൻ്റെ ഭാഗമല്ലത്. അപ്പം നിങ്ങൾ ചില ആൾക്കാർ ചിന്തിക്കും, കർത്താവേ, ഗർഭിണികൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയല്ലോ, എനിക്കിതുവരെ ഒരു കുഞ്ഞിനെ കിട്ടിയിട്ടില്ലല്ലോ എന്ന് അങ്കലാപ്പിടുന്നവരുണ്ട്. അവരും ഈ സമയത്ത് അടിവയറ്റ് കൈവെക്കണം. നിങ്ങൾ കർത്താവ് കുഞ്ഞിനെ തരുമ്പോൾ നിങ്ങൾ ആ കുഞ്ഞിനെയും കൊണ്ട് ആൾക്കാരൊക്കെ ഒരു സാക്ഷ്യം പറഞ്ഞേക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തിയേക്കണം. ഞാൻ നിങ്ങളോട് വേറെ ഒന്നും ഇന്നുവരെ ചോദിച്ചിട്ടില്ല, ഇല്ലേ? എന്താ ചോദിക്കുന്നത്? ദൈവത്തെ മഹത്വപ്പെടുത്തണം, സാക്ഷ്യം പറയണമെന്ന് മാത്രമേ കൗൺസിലിൽ വന്നവർക്ക് അറിയാൻ പറ്റൂ, ഇല്ലേ? അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് എല്ലാവർക്കും അറിയാൻ പറ്റും. അച്ഛൻ പറയണ ഒരേ ഒരു കാര്യം എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നാണ് പറയണത്, അന്നും ഇന്നും എന്നും പറയണത്. അതുകൊണ്ട് ഇപ്പോഴേ കുഞ്ഞുങ്ങളില്ലാത്തവരെ അടിവയറ്റ് കൈവെക്കണം, കുഞ്ഞുങ്ങളുള്ളവരും അടിവയറ്റ് കൈവെക്കണം. അപ്പം നിങ്ങൾ പറയും, അങ്ങനെ ഒന്ന് ഞങ്ങളുടെ വീട്ടിൽ അതൊക്കെ കഴിഞ്ഞ് കച്ചാന്ന് പറഞ്ഞു. അങ്ങനെ പറയും ചില വലിയമ്മമാർ സഹിക്കാൻ പറ്റുന്നത്. പറയും വെച്ചാൽ അങ്ങനെയുള്ളവരുടെയൊക്കെ അല്ലേ ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞത്. എൻ്റെ ചേച്ചമ്മയെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് ബന്ധവും പരിചയവും അടുപ്പമൊക്കെ ഉള്ളവർ, ഗർഭിണികൾ അല്ലെ കുഞ്ഞുങ്ങളില്ലാത്തവർ, അവരൊക്കെ ഓർക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനൊരു മനസ്സന്തോഷം തോന്നും. ശരിയാണല്ലോ, അവൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്, പരസ്നേഹമല്ലേ അത്. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രുതികട ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെല്ലാ ഗർഭിണികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങളെല്ലാ ഗർഭിണികളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, കുഞ്ഞുങ്ങളില്ലാത്തവരെ കർത്താവ് എന്തൊരു നൊമ്പരമാണ് മനസ്സിൽ കർത്താവ് ആഘാതം അനുഭവിക്കുന്ന ഈശോയെ. അങ്ങനെ പലതരത്തിൽ കർത്താവ് ഈ സമയത്ത് വിവാഹം ബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരുടെ കർത്താവ് കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ ചിലപ്പോൾ കർത്താവ് അങ്ങനെയുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ, പക്ഷെ വിവാഹം താമസിക്കുന്ന ആൾക്കാരുണ്ട് ഈശോയെ, വിവാഹം നടന്നിട്ടില്ല, പിന്നെയാണ് ഇതിന് കുഞ്ഞിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഈ 10-37 വയസ്സ്. കഴിഞ്ഞ ദിവസങ്ങളിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചതാണ്. നിങ്ങൾ ആരും ധരിക്കരുത്, അച്ഛനൊന്നും വായിക്കണില്ലെന്ന്. വായിച്ച ഇതാണ്: എൻ്റെ അമ്മയ്ക്ക് 56 വയസ്സ്, എനിക്ക് 37 വയസ്സെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുള്ളതാണ്. അപ്പം ഇതുപോലെ ഒത്തിരിയേറെ മെസ്സേജുകൾ അച്ഛൻ വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ മറുപടി തരണില്ലെന്നേ ഉള്ളൂ. കാര്യം 1000-500 ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ മറുപടി തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് വിഷമിക്കരുത്. അച്ഛൻ എല്ലാം നോക്കി സമയം കിട്ടുമ്പോഴെല്ലാം നോക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ മെസ്സേജ് വിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, മക്കളില്ലാത്തവർ, അവരിപ്പോൾ ഓർക്കുകയാണ്. കല്യാണം ഒത്തുവരാത്തവരുണ്ട്, അവരിപ്പോൾ ഓർക്കുക, ആൾക്കാരിൽ ഓർക്കുകയാണ്. അതുപോലെ ഗർഭിണിയാണ്, പക്ഷേ കുഞ്ഞിന് എന്തോ കുഴപ്പമുള്ളവരുണ്ടാവും, അവരെ ഇപ്പോൾ ആൾക്കാരെ ഓർക്കുകയാണ്. മക്കളെ ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല, അവരെ കൂടി ഓർക്കുന്നു. കർത്താവേ, ഇപ്പോഴും നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കാൻ പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ഉണ്ണീശോയെ ഗർഭം ധരിച്ചുകൊണ്ട് നടന്ന കാലം എല്ലാം അമ്മ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ ഗർഭിണികളെയും അമ്മ സ്പർശിക്കണമേ. എലിസബത്തിന്റെ ഭവനങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ ഗർഭിണിയെ കണ്ട് പ്രാർത്ഥിച്ച അമ്മ പരിശുദ്ധ അമ്മയുടെ വിശുദ്ധമായ വലത് കരങ്ങൾ ഇപ്പം എല്ലാ ഗർഭിണികളുടെയും വയറിൽ ഇപ്പോഴേ റെസ്റ്റ് ചെയ്യട്ടെ, വിശ്രമിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. അമ്മ നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിച്ചുകൊണ്ട് മധ്യസ്ഥം വഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ച് അടയാളത്ത് ദൈവശക്തിയാൽ മക്കളില്ലാത്തവരും മക്കൾ ഉണ്ടായിട്ട് അസ്വസ്ഥത അനുഭവിക്കുന്നവർ, ഗർഭിണികൾക്ക് അസ്വസ്ഥത ഉള്ളവരെല്ലാം യേശു നാമത്തിൽ ഇപ്പോഴേ അനുഗ്രഹിക്കപ്പെടട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അഭിഷേകമായി പടരണമേ, വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. പാപമില്ല ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. പാപമില്ല ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീക്കാറ്റായി വീശണമേ. അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. പരിശുദ്ധപരമതി വികാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. മക്കളെ, ഗൂഗിൾ മീറ്റിലൊക്കെ കാണുമ്പോഴേ എല്ലാ ദിവസവും നമുക്ക് ഗൂഗിൾ മീറ്റ് ഉണ്ട്. ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ വിൻഡോയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എന്തുമാത്രം മനുഷ്യരാണ് ഗൂഗിൾ മീറ്റിൽ വന്ന് സാക്ഷ്യം പറയണത്. ഓൺലൈൻ ഉടമ്പടി ചെയ്തവരും ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്തവരും. കാര്യം കൃപാസനത്തിലാണെങ്കിൽ ദൈവം വലിയ അനുഗ്രഹമാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. 40 ദിനം നീണ്ടു നിൽക്കുന്ന വീട്ടിലൊരു ദിവസക്രാരി, അതിൽ 8:30 ജോനത്തിൻ്റെ ദൈവകാരണ സന്ദേശം. അതിനുശേഷം കേരളത്തിലെ പ്രസിദ്ധരായിട്ടുള്ള എല്ലാ അഭിഷേക ശുശ്രൂഷകരും കൃപാസനത്തിൽ എത്തുകയാണ് സന്ദേശം കൊടുക്കാൻ വേണ്ടി. അതായത് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കണ്ണീരിൻ്റെ കാലത്ത് ദൈവം നമുക്ക് നൽകിയ ഒരു സ്വർഗീയ അപ്പം പോരാ, അനുഗ്രഹം കൈ തന്നിരിക്കുന്ന പോലെയാണ്. ഈശോ സ്വർഗീയപ്പമാണ്. ഞാൻ അതിലെ ഉദ്ദേശിച്ചത് അനുഗ്രഹം എന്ന് പറയുന്ന സ്വർഗീയപ്പം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എപ്പോഴാണ് ആ സമയത്തൊക്കെ കൃപാസനത്തിലേക്ക് അതിൻ്റെ ലിങ്കിലേക്ക് കയറിക്കൊണ്ട് നിങ്ങൾ സ്വർഗീയ വിരുന്നിലെ, അതായത് വീട്ടിലൊരു ദിവസക്രാരി പങ്കെടുക്കണം. ഇതുമാത്രം മനുഷ്യരെ സാക്ഷ്യം പറയണം. ഗൂഗിൾ മീറ്റിൽ പ്രത്യേകിച്ച് അങ്ങനെയുള്ള സമയത്ത് എല്ലാം ഞാൻ ചില സമയത്ത് അവരുടെ സങ്കടങ്ങൾ കാണുവേ. ഇപ്പം ഞാൻ അത് കൈകാര്യം ചെയ്യുന്ന ജോബിനച്ഛൻ ജോമളാണെങ്കിലും ഞാൻ എൻ്റെ മുറി ഇരുന്നുകൊണ്ട് ഇതിനെ വാച്ച് ചെയ്യും. അപ്പോഴൊക്കെ കുറേ രോഗികൾ. അപ്പോൾ ഞാനോർക്കും, ദൈവമേ എന്തൊരു വിഷമമാണ്. അപ്പോൾ വേദനിക്കും. അപ്പോഴേ ഞാൻ പ്രാർത്ഥിക്കും. ഇപ്പം ഞാൻ അവരെല്ലാം ഓർക്കുകയാണ്. ഗൂഗിൾ മീറ്റിൽ ക്യാൻസർ സ്റ്റേജ് 4th സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേ എനിക്ക് അതിൻ്റെയൊക്കെ സങ്കടം ഇപ്പോഴും ആയിട്ട് കേൾക്കുമ്പോൾ. അതായത് അതിന് കരൾ രോഗികൾ, ഈ ആൾത്താരയിലൊക്കെ അമ്മ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് വ്യക്തികളുടെ വീട്ടിൽ ചെന്നിട്ട് ആ കരൾ രോഗം വന്ന് വീഴ്ത്ത വേറെ തൊട്ടിട്ട് ആ മൊത്തം പഴുപ്പ് രാത്രിക്ക് ബെഡ്റൂമിൽ ഒഴുകിപ്പോയിട്ട് ആളെ സുഖപ്പെട്ട സാക്ഷികളൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരാണിത്. അപ്പോൾ എന്ത് രോഗമാണെങ്കിലും എൻ്റെ മക്കളെ, ഇപ്പം നിങ്ങൾ പ്രാർത്ഥിച്ച് കുഴഞ്ഞോ, പ്രാർത്ഥിച്ച് തളർന്നു പോയോ, വിഷമിക്കണ്ട. നിങ്ങൾക്ക് കൃപാസനത്തിൽ 40 ദിവസം നീണ്ടു നിൽക്കുന്ന നിത്യാരാധനയും ഉടമ്പടി ധ്യാനത്തിൽ നമ്മൾ പങ്കെടുക്കുകയാണ്. അതായത് രാത്രിയും പകലുമാണ്.
ഇവിടെ ദൈവാരാധന ഉയരണത്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോഴേ എല്ലാ കരൾ രോഗികളെയും ഇപ്പോഴും ഓർക്കുകയാണ്. കരൾ രോഗികളെ നെഞ്ചിൻ്റെ കൂമ്പിൽ കൈവച്ചേക്കണം. ഇപ്പം കർത്താവ് അവരെ സ്പർശിക്കും. ഞങ്ങളിപ്പോഴെല്ലാ കിഡ്നി രോഗികളെ പ്രാർത്ഥിക്കുകയാണ്. അവർ കിഡ്നി രോഗികളുടെ നടുവിൽ കൈവച്ചേക്കണം. കർത്താവ് ഇപ്പോൾ അവരെ സ്പർശിക്കും. ഞങ്ങളിപ്പോഴെല്ലാ ഉദര രോഗികളാണ്. ഉദരത്തിൽ സിസ്റ്റുള്ളവരെ, ഉദരത്തിലെ മുഴയുള്ളവരെ, ഗർഭാശയത്തിൽ മുഴയുള്ളവരെ. അപ്പം നിങ്ങൾ ഓർക്കും ഇങ്ങനെയൊക്കെ കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്, മുഴ സുഖപ്പെട്ടെന്ന്. അത് അവർക്ക് മുഴ വരുമ്പോഴേ അവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ അതിൻ്റെ ചൂട് എന്താണെന്ന്. ഒരു മനുഷ്യന് ഒരു കുരു പോലും വേദനയാണ്. ഒരു രോമം അടന്നു പോയാൽ അവിടെ ഒരു കുരു വന്നു കഴിഞ്ഞാൽ 3 ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. അത്രകണ്ട് മനുഷ്യൻ വേദനിക്കുകയാണ്. ഇപ്പോൾ വേദനിക്കുന്ന മനുഷ്യനെ ആക്ഷേപിച്ചുകൊണ്ടാണ്, പ്രാർത്ഥനയെ ആക്ഷേപിച്ചുകൊണ്ടാണ്. അതൊരിക്കലും മനുഷ്യനായിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ, ദൈവം ഒരിക്കലും ആയിരിക്കത്തില്ല. പിന്നെ ആക്ഷേപിക്കുന്ന ആരാ? കക്ഷി വേറെയാണ്. അപ്പം അതിനെക്കുറിച്ചൊന്നും ഞാൻ മറുപടി പറയണില്ല. പക്ഷേ നിങ്ങൾ ഓർക്കാം, എന്ത് രോഗമാണോ അവിടെ ഇപ്പോഴേ യേശുക്രിസ്തു നാമത്തിലെ പത്രോസ് കൈ നീട്ടിയപ്പോൾ, പത്രോസിന് മുമ്പിൽ കുരുടൻ കൈ നീട്ടിയപ്പോൾ എന്താ പറഞ്ഞത്? പൊന്ന് വെള്ളി എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. കൃപാസനത്തിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾക്കറിയാം. ഞങ്ങൾക്കുള്ളത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലുള്ള, മാധ്യസ്ഥയിലുള്ള യേശുവിൻ്റെ സാന്നിധ്യമാണെങ്കിൽ ഇപ്പോഴേ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ മക്കളും എവിടെയാണ് രോഗം, എവിടെയാണ് വാതരോഗമാണെങ്കിലും ശരി, പിസർപ്പ രോഗങ്ങളാണെങ്കിലും ശരി, അതുപോലെ സോറിയാസ് രോഗങ്ങളാണെങ്കിലും ശരി, തലക്കുണ്ടാകുന്ന കേടുകളാണെങ്കിലും ശരി, മാറാത്ത പനിയായാലും കോവിഡ് ആയാലും എവിടെയാണ് രോഗം, എന്ത് രോഗമാണ് കർത്താവ്, അതുപോലെ തന്നെ ഗർഭാശയത്തിലെ മുഴയായാലും ശരി, അതുപോലെ തന്നെ അർസസ് രോഗങ്ങൾ, ഫിസ്റ്റുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസിൽ രോഗങ്ങൾ, അതുപോലെ സ്പോണ്ടിലോസിസ് അസുഖങ്ങൾ, എല്ലാ രോഗങ്ങളുടെ മേൽ എവിടെയാണ് ഇതിന് ഞരമ്പ് വിട്ടിരിക്കുന്നത്, എവിടെയാണ് ഇതിന് അസ്ഥി വിട്ടിരിക്കുന്നത്, എവിടെയാണ് ഇതിൻ്റെ കോശങ്ങൾ ഡീക്കേ ആയിക്കൊണ്ടിരിക്കുന്നത്, ആ മേഖലയിലെല്ലാം കർത്താവ് സ്പർശിക്കുന്നു. വരും രോഗികൾ ശ്വാസകോശത്തെ കർത്താവ് സ്പർശിക്കുന്നു. വരും രോഗികൾ കേൾക്കുക, ഇപ്പോഴും കർത്താവ് നിന്റെ ശ്വാസകോശത്തെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ വിശുദ്ധമായ അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസന അൾത്താരേ, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മേ, ഇപ്പോഴും മാരക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, തീരാരോഗ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ജീവിതത്തിൽ ഒരു ഗതിയും പദ്ധതിയും ഇല്ലാതെ ജോലി നഷ്ടപ്പെട്ടവരെ, സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ പരീക്ഷ എഴുതിയിട്ട് ജയിക്കാത്തവര്, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവര്, അതുപോലെ പോകാൻ പറ്റാത്തവര്, ജീവിതം കുലുങ്ങിപ്പോയവര്, അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഇപ്പോഴേ നിന്റെ ദിക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ. അമ്മയുടെ പ്രത്യക്ഷപ്പെടലിന് സ്ഥിരീകരണത്തിന് അടിയളവുണ്ടാകാൻ മാർഗരോഗങ്ങള്, തിരവേദികള്, ദുരിതങ്ങള് യേശുനാമത്തില് സൗഖ്യമാകട്ടെ. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ, അമ്മയോടൊപ്പം ആരാധിക്കുന്നു. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ, അമ്മയോടൊപ്പം ആരാധിക്കുമ്പോ സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിൽ എന്റെ പേരു തെളിക്കാം. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിൽ എന്റെ പേരു തെളിക്കാം. ഉടമ്പടി ധ്യാനത്തിലെ ആയിരങ്ങള് പ്രാർത്ഥിക്കുന്ന നിമിഷമാണ്. ആശീർവാദത്തിന് ഇനിയൊരു 3-4 മിനിറ്റ് കൂടിയുണ്ട്. ഇപ്പോഴും മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിന്റെ വിഷയങ്ങൾ എപ്പോഴും മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നീ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും മുട്ട നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ മുട്ട നിന്ന് പ്രാർത്ഥിക്കുക. മനുഷ്യർ എന്ത് കാണുകയും കാണിക്കട്ടെ, ഒരു പ്രശ്നവുമില്ല. വിശ്വാസം പ്രഖ്യാപിക്കുന്നവന് അതൊന്നും വിഷയമല്ല. അവൻ്റെ വിഷയം ദൈവം മാത്രമാണ്. മുട്ട നിന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിലെ രോഗമുള്ളിടത്തുനിന്ന് കൈയെടുത്ത് മാറ്റണ്ട, അവിടെ തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ കർത്താവ് അനുഗ്രഹിക്കേണ്ട സമയമാണ്. കർത്താവേ, എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈശോ.
കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവെ, 35 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയെ അങ്ങനെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി അർപ്പിച്ചിട്ടുള്ള എല്ലാ ശുശ്രൂഷകളെയും ഇപ്പോൾ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൃപാസാർത്ഥാര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ലോകം മുഴുവൻ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ അരിവ് ചെയ്യാൻ വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ കർത്താവ്. വഴി തെറ്റിപ്പോയ മക്കള്, സാമ്പത്തിക കടങ്ങളെ ബാധ്യതപ്പെട്ട മക്കള്, ദുസ്വഭാവത്തിൽ അകപ്പെട്ടു പോയ മക്കള്, തെറ്റായ പ്രണയബന്ധത്തിൽ വന്നുപോയ മക്കള്, രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ വിഷമിക്കുന്ന മക്കള്, എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇപ്പോൾ സ്പർശിക്കണമേ. ജീവിതക്കുരുക്കുകൾ, നിയമപരമായ തടസ്സങ്ങളുള്ളവരെ, രേഖകൾ നഷ്ടപ്പെട്ടവരെ, സ്ഥലം വയ്ക്കാൻ പറ്റാത്തവരെ, വാങ്ങാൻ പറ്റാത്തവരെ, അങ്ങനെ എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ. വിശ്വാസം നഷ്ടപ്പെട്ടു പോയവരെ, വിശ്വാസം കുറഞ്ഞു പോയവരെ, അവരെല്ലാവർക്കും അടയാളം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. മൗനമായി പ്രാർത്ഥിക്കട്ടെ. കടകമ്പോളങ്ങളൊക്കെ നടത്തുന്നവരെ, ഇടയക്കടകളും സ്റ്റോളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവർ, വാടകയ്ക്ക് സ്ഥലം കൊടുത്തിരിക്കുന്ന, കെട്ടിടങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നവർ, മഹാകടങ്ങളിലൊക്കെ അകപ്പെട്ടിരിക്കുന്നവർ, ബാങ്കിലടക്കാൻ നിവൃത്തിയില്ലാതെ വിഷമിക്കുന്നവർ, കർത്താവെ, ഒത്തിരി പേര് കണ്ണീരപ്പെടുന്നുണ്ട് കർത്താവെ. ഈ കോവിഡ് കാരണം അനേകം മക്കളുടെ ജീവിതം അധപ്പതിച്ച് നിലമ്പത്തിയിരിക്കുന്ന കർത്താവെ. അവരെല്ലാം നീ ഓർക്കണമേ അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ. അവരെ കൈപിടിച്ച് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ. അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന മക്കള്, ഇപ്പോഴും കൃത്യമായ വീട് കിട്ടാത്തവര്, സ്ഥലം കിട്ടാത്തവര്, ജോലി നഷ്ടപ്പെടാൻ പോകുന്നവര്, രേഖകളെല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അകപ്പെട്ടിരിക്കുന്നവരെ, കയറിപ്പോകാൻ ആഗ്രഹിക്കുന്ന, ഇന്ത്യയിൽ നിന്ന് കയറിപ്പോകാൻ ആഗ്രഹിക്കുന്ന മക്കളെ ജോലിക്ക് വേണ്ടി, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അമ്മേ, പരിശുദ്ധമ്മേ, ഈശ്വരനോട് ഇപ്പം തന്നെ അവർക്ക് മധ്യസ്ഥം വഹിക്കണമേ. വലിയ അടയാളം കാണിച്ചുകൊണ്ട് അഭിഷേകം നൽകണമേ. ക്യാൻസർ രോഗികളെ ഒരിക്കൽ കൂടി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പം ക്യാൻസർ രോഗികളെ കർത്താവ് സുഖപ്പെടുത്തണുണ്ടോ? അതായത് ശരീരത്തിൻ്റെ ഉള്ളിൽ മുന്തിരിങ്ങ പോലെ എന്തോ ഇങ്ങനെ മഞ്ഞ നിറത്തിലുള്ള ഒരുതരം മനുഷ്യത്തിന് മുട്ട പോലെ കിടക്കുന്ന എന്തോ അവയവ രോഗങ്ങളാണ്. അത് വർദ്ധിച്ചതിന് കർത്താവ് ആ വ്യക്തിയെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ശ്രുതികളെ അസ്ഥികളെ കർത്താവ് കാണിക്കുന്നുണ്ട്. അസ്ഥി ദേവിച്ചിരിക്കുന്നതിനെ കാണിക്കുന്നുണ്ട്. അസ്ഥി നീളമുള്ള അസ്ഥികളെ കുഴകളെ കർത്താവ് കാണിക്കുന്നുണ്ട്. ശ്രുതികളുടെ ഹല്ലേലൂയ യേശുവേ കർത്താവേ. ഈ സൗഖ്യത്തിനെല്ലാം നന്ദി പറയുന്നു കർത്താവേ. സമാപന ആശീർവാദത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ ലിങ്ക് ഇപ്പം തന്നെ നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൃപാസനത്തിൻ്റെ യൂട്യൂബ് ലിങ്കായാലും ഫേസ്ബുക്ക് ലിങ്കായാലും ഇപ്പം തന്നെ നിങ്ങൾ ഷെയർ ചെയ്യണം. കർത്താവിനെ അറിയാത്തത് അറിയട്ടെ, അറിയുന്നവരെ ആഴപ്പെടാൻ വേണ്ടി ഈ ഷെയർ ഇപ്പം തന്നെ ഇപ്പം എന്ത് കൃപാസനം കിട്ടിയാലും എൻ്റെ മക്കൾ ആ പ്രേക്ഷിത പ്രവർത്തനം പോലെ അത് ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കണം. കർത്താവിനെ എല്ലാവരും അറിയട്ടെ, എല്ലാവരും അവൻ അനുഭവിച്ച് കർത്താവ് സാന്ത്വനം അനുഭവിക്കട്ടെ. സഭയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്ന സമാപന ആശീർവാദം സ്വീകരിക്കാം. ജീവിക്കുന്നവനായ ദൈവം നമ്മളെ ആശീർവദിക്കുന്ന നിമിഷം നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും
ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ കൃപാസനം അൾത്താരയിൽ പ്രസാദ മാതാവിൻ്റെ അൾത്താരിൽ സാക്ഷ്യം പറയാൻ അവസരം തന്ന ഈ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ ഡോക്ടർ ടോണി നെൽസൺ, ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലിയിൽ ഗൈനക്കോളജിസ്റ്റായിട്ട് സേവനം ചെയ്യുന്നു. ഇതെൻ്റെ വൈഫ് ഡോക്ടർ നാൻസി തോമസ്, എറണാകുളം ജനറൽ ആശുപത്രിയിൽ അസിസ്റ്റൻറ്റ് സർജനായിട്ട് സേവനം ചെയ്യുന്നു. എനിക്ക് 6 മക്കളുണ്ട്. മൂത്ത ആളിന്ന് ഇവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല, അവന് ഒരു ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കുണ്ടായ അനുഗ്രഹങ്ങൾ ഞാൻ എൻ്റെ ഉടമ്പടി എടുത്ത് ഡിസംബർ 26, 2024. അപ്പോൾ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒന്ന്, എൻ്റെ ഈ ഏറ്റവും ഇളയ മകൻ്റെ കാല് അവനൊരു 10 മാസം കഴിഞ്ഞപ്പോഴേ നടന്നു തുടങ്ങിയായിരുന്നു. അപ്പോൾ അവൻ്റെ കാലിന് അത്യാവശ്യം നല്ലൊരു വളവുണ്ടായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഞങ്ങൾ ഡെയിലി ബ്രെഡ് ഞാനിന്ന് രാവിലെ 5:30 അച്ഛന് ഡെയിലി ബ്രെഡ് കൂടും. അതുപോലെ എല്ലാ ദിവസവും ദിവ്യബലിയിൽ സംബന്ധിക്കും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ എടുത്ത് ഞാൻ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇവൻ്റെ പ്രകടമായ മാറ്റം വന്നു. ഇവൻ്റെ കാല് ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അത് 90% ഇപ്പോൾ അവൻ്റെ കാലുകൾ നേരെയായിട്ടുണ്ട്. അതുപോലെ തന്നെ വൈഫിന് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നിടത്ത് ആളുടെ സർവീസ് സംബന്ധമായിട്ടുള്ള കുറച്ച് പേപ്പേഴ്സുകൾ മിസ്സിംഗ് ആയി. പിന്നെ അതിൻ്റെ പ്രൊബേഷനൊക്കെ ഡിക്ലെയർ ചെയ്യാനായിട്ടുള്ള അതിന് നടപടിക്രമങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ടായിരുന്നു. അത് ഉടമ്പടി എടുത്ത് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ തടസ്സങ്ങളെല്ലാം നീങ്ങി. ഇപ്പോൾ അതൊക്കെ ഓൾമോസ്റ്റ് സോൾവായി. പ്രൊബേഷൻ അധികം വൈകാതെ ഡിക്ലെയർ ചെയ്ത് കിട്ടും. അതുപോലെ അവിടെയും കുറച്ച് അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്തിക്ക്. അത് ഡോക്ടർ തന്നെ പറയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ വേദിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ അവസരം തന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ഡോക്ടർ നാൻസി. ഞാൻ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ അസിസ്റ്റൻറ്റ് സർജനായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ സർവീസിൽ ജോയിൻ ചെയ്തിട്ട് 4 വർഷം പൂർത്തിയായി. പക്ഷേ എനിക്ക് ഒരുപാട് സർവീസ് സംബന്ധമായ ഒരുപാട് പേപ്പേഴ്സ് എല്ലാം പെൻഡിങ്ങിലും ഒക്കെ ആയിരുന്നു. അപ്പം നമ്മളത് പല രീതിയിലും ശരിയാക്കുന്ന കാര്യം പല പ്രാവശ്യം ട്രിവാൻഡ്രത്തൊക്കെ പോയി അതൊക്കെ ഒരുപാട് പേരെ കാണുകയൊക്കെ ചെയ്തിട്ടും അതിനൊന്നും ഒരു നീക്കുപോക്കും ഉണ്ടാവാതെ ഇരിക്കുന്ന അവസരത്തിലാണ് 4 വർഷമായിട്ട്. അപ്പോൾ ആദ്യം കോട്ടയം ജില്ലയിൽ വർക്ക് ചെയ്തിരുന്ന ഞാൻ വീടിനടുത്ത് എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ കിട്ടിയ ആ സന്തോഷത്തിൽ ഞാനിവിടെ വന്നു ജോയിൻ ചെയ്തു ഓഗസ്റ്റിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ജോലിയിൽ വലിയൊരു പ്രശ്നം നേരിട്ടു. അവിടെ ഒരു സമരം ഉണ്ടാവുകയും അപ്പം ഞാൻ എൻ്റെ ഒരു പരിചയക്കുറവ് കൊണ്ട് ഞാൻ സമരത്തിൽ എൻ്റെ ഒരു ഭാഗമായിപ്പോയി. അതിന് ലീവ് എടുക്കുന്നതിന് പകരം ഞാൻ ചെന്നുപെട്ടു. അപ്പം അത് നമ്മുടെ ഹോസ്പിറ്റൽ മേധാവിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ അദ്ദേഹം അതിൻ്റെ അച്ചടക്ക നടപടികൾ അപ്പം ഞാൻ അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കുറവുകൊണ്ടാണ്. അപ്പം അങ്ങനെ നമ്മൾ പറഞ്ഞ് അപ്പോളജിയൊക്കെ പറഞ്ഞു. എങ്കിലും പിന്നെ അദ്ദേഹം ഒരു മെമ്മോ തന്നു കഴിഞ്ഞിട്ട് ശിക്ഷാ നടപടി പോലെ എന്നെ അവിടുത്തെ അതായത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ അവിടെ വന്നിട്ടുള്ളവർക്കറിയാം, ഒരു സർക്കാർ മേഖലയിൽ ഒരു മെഡിക്കൽ കോളേജൊക്കെ കഴിഞ്ഞാൽ അടുത്തൊരു ഇതാണ് എല്ലാ സ്പെഷ്യാലിറ്റികളും ഉള്ള ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലം. അപ്പോൾ അവിടുത്തെ ഒരു കാഷ്വാലിറ്റി ഇതിൽ ജോലി ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പം വീണ്ടും ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു. നമ്മൾ പല രീതിയിൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരുപാട് പേരെ കൊണ്ട് പറയിപ്പിച്ച് നോക്കി. ഇതെല്ലാം ചെയ്തിട്ടും
സ്ഥാപന മേധാവി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈഗോ ഇതിൽ ഹേർട്ടായതുകൊണ്ട് നമുക്ക് ഒരു രീതിയിലും ഇത് ചെയ്ത് തന്നില്ല. അപ്പം ഈ 6 മക്കളെ വെച്ച് നല്ല തിരക്കുള്ള ജോലി, നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എൻ്റെ പപ്പയുടെ ബ്രദർ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പാപ്പൻ എൻ്റെ അടുത്ത് ഈ കഴിഞ്ഞ ദിവസം പാപ്പൻ്റെ സാക്ഷ്യം ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. പാപ്പൻ സയൻറ്റിസ്റ്റാണ്, റിട്ടയർഡ് സയൻറ്റിസ്റ്റാണ്. അപ്പം പാപ്പൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഉടമ്പടി എടുക്കും, മാതാവെല്ലാം നോക്കിക്കോളും എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ നമുക്ക് നേരത്തെ മുതൽ ഒരു ഉടമ്പടി എടുക്കാനൊക്കെ ഒരു മടിയായിട്ടിങ്ങനെ ആകെ ഒരു സംശയങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ബുദ്ധിമുട്ടുള്ള സമയത്താണ് നമ്മുടെ ഡെയിലി ബ്രെഡ് വീഡിയോസ് ഇങ്ങനെ പാപ്പനിങ്ങനെ അയച്ചു തരുകയൊക്കെ ചെയ്തപ്പം അത് ദിവസവും കാണുമായിരുന്നു. ഞാൻ 5:30-ക്കല്ല കണ്ടിരുന്നത്, ഞാനെപ്പോഴും ഹോസ്പിറ്റലിലോട്ട് പോകുന്ന സമയത്ത് അത് കേട്ടുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം സത്യത്തിൽ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസം തോന്നുമായിരുന്നു. ഞാൻ ജോലി ചെയ്യുമ്പോഴൊക്കെ എനിക്ക് മാതാവ് അങ്ങനെ കൂടെയുള്ള പോലെ ഭയങ്കര ഒരു ധൈര്യം തോന്നുമായിരുന്നു. അപ്പം പിന്നെ എനിക്ക് കഴിഞ്ഞൊരു വർഷം മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് ഞാൻ കുറച്ച് ലീവ് എടുത്തിരുന്നു. ഞാനിങ്ങനെ ജോലി യാത്ര ദൂരമൊക്കെ കൂടുതലായതുകൊണ്ട്. അപ്പോൾ അതിന് ശേഷം ഒരു 10 മാസത്തോളം ശമ്പളം എനിക്ക് പെൻഡിങ് ആയി കിടക്കുമായിരുന്നു. അപ്പം ഈ കുറേ പേപ്പർ വർക്ക് ശരിയാവാതെ നമ്മൾ ഇതെല്ലാം ട്രിവാൻഡ്രത്ത് പോകുമ്പോഴൊക്കെ നോക്കും, പക്ഷേ ഇതൊന്നും ശരിയാവാതിരുന്നു. അപ്പോൾ ഈ ഡെയിലി ബ്രെഡ് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്ന ആ ഒരു സമയത്ത് തന്നെ ശരിക്കും എനിക്ക് ഈ ജോലിയിലൊരു ബുദ്ധിമുട്ട് നേരിട്ടത് അതൊരു മാതാവ് ഒരു അനുഗ്രഹത്തിനാക്കി തീർത്തു തന്നു. എനിക്ക് പലര് വഴിയായിട്ട് എൻ്റെ ലീവിൻ്റെ പേപ്പറെല്ലാം റെഡിയായി വന്നു. ഞങ്ങളിവിടെ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കാൻ വരുന്നത് ഡിസംബർ 26-നാണ്. അപ്പോൾ അതിനൊരു 2 ദിവസം മുമ്പ്, ക്രിസ്മസിന് മുമ്പായിട്ട് എൻ്റെ ലീവ് സാങ്ഷനായ ഓർഡർ എനിക്ക് കയ്യിൽ കിട്ടി. അപ്പം ഞാനന്നേരം ഓർത്തു, നമ്മൾ കൃപാസന മാതാവിനോട് പറഞ്ഞപ്പോഴേ ഇത് ശരിയായല്ലോ. പക്ഷേ എന്നാലും ഉടമ്പടി എടുക്കാനൊരു മടിയായിരുന്നു, കാരണം ഇതെല്ലാം നമ്മളെക്കൊണ്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയം കൊണ്ട്. അപ്പോൾ പക്ഷേ ഞങ്ങൾ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു 26-ാം തീയതി ഞങ്ങൾ വീട്ടിലൊന്ന് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ വന്ന് മാതാവിനോട് നന്ദി പറയാം എന്നൊക്കെ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇല്ല നമുക്ക് ഉടമ്പടി എടുക്കാം. ഞാൻ പറഞ്ഞു, നമ്മളെക്കൊണ്ട് ഇത് ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനിങ്ങനെ സംശയം പറഞ്ഞു. അപ്പം ഹസ്ബൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു, ഇല്ല നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളിവിടെ വന്ന്. അപ്പോൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഒരു വലിയൊരു അനുഗ്രഹം ലഭിച്ചു. പിന്നെ അതോടുകൂടി ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ടാണ് മോൻ്റെ കാലിൻ്റെ ഇതും സുഖപ്പെടുന്നത്. പിന്നെ അതിനുശേഷം ഈ വർഷങ്ങളായിട്ട് എൻ്റെ പെൻഡിങ് ആയിട്ട് കിടന്ന വേരിഫിക്കേഷനുള്ള ഒരു ലെറ്റർ വന്നു. ഇങ്ങനെ വേരിഫിക്കേഷനുള്ള ഒരു ലിസ്റ്റ് ആൾക്കാരുടെ ഉടനെ അവിടെ ചെല്ലണം, ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ അത് കഴിഞ്ഞ് ഇപ്പം കഴിഞ്ഞ മാസം നമ്മൾ ഉടമ്പടി പുതുക്കി. അപ്പോൾ എനിക്ക് പിന്നത്തെ ഒരു വിഷയം ഇതായിരുന്നു, ഞാൻ എൻ്റെ ഡ്യൂട്ടി മാറ്റി തന്നിട്ടില്ലായിരുന്നു. ഞാൻ ഈ പിള്ളേരെയൊക്കെ വെച്ചിട്ട് നല്ല ബുദ്ധിമുട്ടിയാണ് ഡ്യൂട്ടിക്ക് പോകാൻ വരികയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ മാതാവ് ഇപ്പം ഞങ്ങൾ സാക്ഷ്യം പറയാൻ വരുമ്പോഴത്തേക്ക് ഇതെനിക്ക് വലിയൊരു മലയായിട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുക. എനിക്കിതൊന്ന് മാറ്റി തന്നാൽ എനിക്കതൊരു വലിയ അത്ഭുതമായിരിക്കും എന്ന് ഞാനത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് കഴിഞ്ഞ തവണ തന്നെ വന്നു. അപ്പം ഞാനിങ്ങനെ ഒരു പേപ്പർ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പേപ്പർ. അപ്പം അച്ഛനെ കാണാൻ പറ്റിയില്ല, പക്ഷേ ഇവിടെ വന്ന് മാതാവിൻ്റെ രൂപത്തിൽ മുട്ടിച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി. അത് കഴിഞ്ഞ് അധിക ദിവസം കഴിഞ്ഞില്ല. അപ്പം ഞാൻ പല പ്രാവശ്യം അപ്രോച്ച് ചെയ്ത സ്ഥാപന മേധാവി അവിടെ ചെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പം എൻ്റെ ഭാഗ്യത്തിന് അവിടെ കുറച്ച് ഡോക്ടേഴ്സ് ലീവിലായിരുന്നു. അപ്പോൾ ദൈവം എനിക്കതൊരു ഫേവറബിളായിട്ടുള്ളൊരു സാഹചര്യം ഒരുക്കി തന്നു. അപ്പം ഞാൻ അവിടെ റൂമിൻ്റെ പുറത്തിരുന്ന് 1 മണിക്കൂർ നേരം ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഉടമ്പടി ഉപ്പും കാശുരൂപവും എല്ലാം എൻ്റെ കയ്യിൽ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉപ്പ് അവിടെ പതുക്കെ തളിച്ച് ഞാൻ പ്രാർത്ഥിച്ച് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിച്ച്
അത് കഴിഞ്ഞ് അടുത്തതിൽ കയറി സാറ് സാധാരണ പറയുന്ന പോലെ തന്നെ ഒഴികഴിവൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എന്തോ ഒരു അത്ഭുതം പോലെ എനിക്കത് തന്നെ ഓക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അത് സത്യമാണോ എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അതുപോലൊരു ഇതൊരു എനിക്ക് വലിയൊരു പഴയ രീതിയിൽ എനിക്ക് ഡ്യൂട്ടി മാറ്റി തരികയും അങ്ങനെ അതൊരു നമുക്ക് വലിയൊരു അത്ഭുതമായിട്ട് തീർന്നൊരു സംഭവമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടുന്ന് പല പ്രാവശ്യം വരുമ്പോഴും പല ഭാഷയിലുള്ള പത്രങ്ങൾ, ബംഗാളി, പിന്നെ ഒഡിയ, ഹിന്ദി, ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ കൊണ്ടുപോയി. ഞങ്ങൾ ഗോവയിൽ ടൂറൊക്കെ പോയപ്പോഴും അവിടെ നമ്മൾ പോണ വഴിക്കും ട്രെയിനിലും അതുപോലെ ഗോവയിലൊക്കെ ഇറങ്ങി ഹോട്ടലിൽ താമസിക്കുന്ന സമയത്ത് വൈകുന്നേരങ്ങളിലൊക്കെ ഇറങ്ങി നടന്ന് അവിടെയൊക്കെ പത്രം കൊടുത്തു. കൊങ്കണി പത്രമൊക്കെ കൊടുത്തു. അതുപോലെ ഇവിടെയായാലും ഞാൻ താമസിക്കുന്ന കാക്കനാട്, അപ്പോൾ അവിടെ ഒത്തിരി അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ ഉണ്ട്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാൽ മതി, വൈകുന്നേരം ഇവരിഷ്ടം പോലെ അവരെ കാണാം. അപ്പോൾ അവരോരോരുത്തരോട് നിങ്ങളുടെ ഭാഷ ഏതാണെന്നൊക്കെ ചോദിച്ച് ഞാൻ ഹിന്ദിയിൽ കാര്യം പറയും. എന്നിട്ട് അവരുടെ ഭാഷയിൽ ഒഡിയാണെങ്കിൽ ഒഡിയ പത്രം കൊടുക്കും, ബംഗാളിയാണെങ്കിൽ ബംഗാളി പത്രം കൊടുക്കും. അങ്ങനെ അനേകം പത്രങ്ങൾ ഞാൻ കൊടുത്തു. കാരുണ്യ പ്രവൃത്തികൾ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി കാരുണ്യ പ്രവൃത്തികൾ കാര്യമായിട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. സാമ്പത്തിക സഹായമാണ് പ്രധാനമായിട്ട് ആർക്കെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോഴൊക്കെ കൊടുക്കാറുണ്ട്. ഞങ്ങൾക്ക് ഇത്ര അനുഗ്രഹങ്ങൾ തന്ന ദൈവമാതാവിന് ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു.